അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല സൂറത്തുൽ ഫജ്റിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയ 10 ദിവസങ്ങൾ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ, ആ 10 ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആ 10 ദിവസങ്ങൾക്ക് വലിയ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും കൊത്തിവെക്കുകയും അമല് ചെയ്യുകയും ചെയ്യണമെന്ന് ആദ്യം ഓർമ്മപ്പെടുത്തട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾക്ക് വലിയ പ്രത്യേകതകൾ കൽപ്പിച്ചിട്ടുണ്ട്. ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ മിൻ അയ്യാമിൻ അഹബ്ബ ഇലല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമുള്ള ഒരു ദിവസവും ഇല്ല, അൻ യതഅബ്ബദ ലഹു ഫീഹാ, ആ ദിവസത്തിൽ അള്ളാഹുവിന് ആരാധന ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിവസവും ഇല്ല. മിൻ അശരി ദിൽഹിജ്ജ, ദിൽഹിജ്ജയിലെ 10 ദിവസത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ഇഷ്ടമുള്ള ഒരു ദിവസവും ഇല്ല. യഅദിലു സിയാമു കുല്ലി ലൈലത്തിൻ മിൻഹാ, ആ 10 ദിവസത്തിലെ ഓരോ പകലിലും നോമ്പനുഷ്ഠിച്ചാൽ യഅദിലു സിയാമു സന, ഓരോ ദിവസത്തെ നോമ്പിനും ഓരോ കൊല്ലത്തെ പ്രതിഫലമാണ് ലഭിക്കുന്നത്. മാത്രമല്ല വഖിയാമു കുല്ലി ലൈലത്തിൻ മിൻഹാ, ആ 10 ദിവസത്തിലെ രാത്രികളിൽ നിന്ന് നിസ്കരിച്ചാൽ ബിഖിയാമി ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ ഖിയാമിനോട് അത് കിടപിടിക്കും എന്നൊക്കെ പറഞ്ഞാൽ എത്ര വലിയ മഹത്വമുള്ള 10 ദിവസങ്ങളാണ്. മാത്രമല്ല ഫത്തുൽ മുഈനിൽ ഒരു ചർച്ചയുണ്ട്. ഫത്തുൽ മുഈനില് ഒരു ചർച്ച വരുന്നത്, മുഹറം 1 മുതൽ 10 വരെയാണോ നോമ്പെടുക്കൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്, അതോ ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയാണോ? 10ന് പിന്നെ എന്തായാലും ദുൽഹിജ്ജ പെരുന്നാളായിരിക്കുമല്ലോ, 9 നമുക്ക് കണക്ക് കൂട്ടാം. 9 വരെയാണോ നോമ്പ് നോൽക്കൽ ഏറ്റവും പ്രത്യേകമായത് എന്ന് ഒരു ചർച്ചയുണ്ട്. വസിയാമു തിസ്ഇ ദിൽഹിജ്ജ, ദിൽഹിജ്ജയിലെ 9 ദിവസം നോമ്പ് നോൽക്കൽ അഫ്ളലു മിൻ സൗമി അശരി മുഹറം, മുഹറം 10 ദിവസത്തെ നോമ്പ് നോൽക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അല്ലൈനി യുൻദബു സൗമുഹുമാ, എന്നിട്ട് ഫത്തുൽ മുഈൻ പറയാണ്, ഈ 2 നോമ്പ് നോൽക്കലും പ്രത്യേകം സുന്നത്തു തന്നെയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി, നോമ്പ് നോൽക്കാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന ഒരു മാസമാണ് വിശുദ്ധമായ ദുൽഹിജ്ജ മാസം. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നാം നോമ്പനുഷ്ഠിക്കുകയും റബ്ബിലേക്ക് കൂടുതലായി അടുക്കുകയും വേണം. റമദാൻ മാസം നോമ്പ് ഖളായ ആളുകൾ ഉണ്ടെങ്കിൽ ഖളാ വീട്ടാൻ ഈ മാസത്തിലെ 10 ദിവസങ്ങൾ തെരഞ്ഞെടുക്കണം എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഊസിക്കും ബിദ്ദുആ വ ആഖിറു ദവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.